എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിലെ പ്രസിദ്ധമായ ഒരു ഔഷധമാണ് വിൽവാദി ലേഹ്യം. ഇതിലെ പ്രധാന ചേരുവ വിൽവം അഥവാ കൂവളമാണ്. കൂവളം പ്രധാന ചേരുവയായി വരുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. കൂവളത്തിന് പുറമെ ചുക്ക്, തിപ്പലി, ഏലയ്ക്ക, ഇലവങ്കം തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. പ്രധാനമായും ആമാശയത്തിലെ ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കാനും വയറിലെ വായുക്ഷോഭം കുറയ്ക്കാനും ഈ ലേഹ്യം സഹായിക്കുന്നു. ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ ഇത് മികച്ചൊരു ഔഷധമാണ്. ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാത്ത അവസ്ഥയ്ക്കും വയറിൽ ഭാരം അനുഭവപ്പെടുന്നവർക്കും ഇത് ഉത്തമമാണ്. യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഛർദി, ഓക്കാനം എന്നിവയ്ക്ക് ഇത് ആശ്വാസം നൽകും. കുട്ടികളിലും മുതിർന്നവരിലും വിശപ്പ് വർദ്ധിപ്പിക്കാനും ഭക്ഷണത്തോട് താല്പര്യമുണ്ടാക്കാനും വിൽവാദി ലേഹ്യം സഹായിക്കും. വയറ് വീർക്കുന്നതിനും ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും ഇത് പെട്ടെന്ന് ഫലം നൽകുന്നു. പനി കഴിഞ്ഞോ മറ്റു രോഗങ്ങൾ കഴിഞ്ഞോ നാവിൽ രുചിയില്ലാത്ത അവസ്ഥ മാറാൻ ഇത് നാവിലിട്ട് നുണയുന്നത് നല്ലതാണ്. ദഹനം സുഗമമാക്കാൻ ഉച്ചഭക്ഷണത്തിന് ശേഷവും രാത്രി ഭക്ഷണത്തിന് ശേഷവും 1 ടീസ്പൂൺ ലേഹ്യം കഴിക്കുന്നത് പതിവാക്കുക. ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് അല്പം ലേഹ്യം കഴിക്കുന്നത് യാത്രക്കിടയിലെ തലകറക്കവും ഛർദിയും ഒഴിവാക്കാൻ സഹായിക്കും. വിൽവാദി ലേഹ്യം കഴിച്ച ശേഷം അല്പം മോര് കുടിക്കുന്നത് വയറിലെ അസിഡിറ്റിയും പുകച്ചിലും കുറയ്ക്കാൻ സഹായിക്കും. ചെറിയ കുട്ടികൾക്ക് ഗ്യാസ് മൂലമോ മറ്റോ വയറുവേദന ഉണ്ടാകുമ്പോൾ ഒരു നെല്ലിക്കയുടെ പകുതി അളവിൽ ലേഹ്യം നൽകുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. വിൽവാദി ലേഹ്യത്തിൽ അല്പം തേൻ ചേർത്ത് നാവിലിട്ട് നുണയുന്നത് തൊണ്ടയിലെ അസ്വസ്ഥതകൾ മാറാൻ സഹായിക്കും. ഇതിൽ ശർക്കര ചേർത്തിട്ടുള്ളതിനാൽ പ്രമേഹമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഇതിൽ ചുക്കും മുളകും ഉള്ളതിനാൽ അമിതമായി കഴിക്കുന്നത് നെഞ്ചരിച്ചിലിനോ മലബന്ധത്തിനോ കാരണമായേക്കാം. ആമാശയത്തിൽ അൾസർ ഉള്ളവരും മരുന്നുകൾ ഉപയോഗിക്കുന്നവരും നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ലേഹ്യം കഴിക്കുന്ന സമയത്ത് അമിതമായി പുളിയുള്ള ഭക്ഷണങ്ങളും എരിവുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നത് ഗുണം വർദ്ധിപ്പിക്കും.